അതെ. ICC അവരായിട്ട് കണക്ട് ചെയ്തു, ഒഫീഷ്യലി പരാതികൾ എഴുതി മേടിച്ചു, അതിന്റെ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. നല്ല ധാരണ എല്ലാവർക്കും അറിവുണ്ടായിരുന്നു. പക്ഷെ സിനിമ പൂർത്തീകരിക്കാൻ വേണ്ടി അത് മുന്നോട്ട് പോട്ടെ എന്ന് വെക്കുകയാണെന്നാണ് വിസി പറഞ്ഞത്. ICCക്ക് കംപ്ലൈന്റ് സെറ്റിൽ കിട്ടിയിട്ടില്ല. എന്റെ സിനിമ 45 ദിവസത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഞാൻ 39 ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 39 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ. അത്രയും ഫാസ്റ്റായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കാം, 2 പേഴ്സ്പെക്റ്റീവ് ആയിരിക്കാം. ഞാൻ എൻ്റെ സിനിമയെ ഹോൾ ടുഗദർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. എനിക്കറിയില്ല. ആര് തമ്മില്? അതായത് 39 ദിവസത്തെ ഷൂട്ടില് ഞാനായിട്ട് പോലും പലരും വൈരുദ്ധ്യത്തിലുണ്ടായിരുന്നു. അതൊരു സിനിമ സെറ്റാണ്, കുറെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്നൊരു സെറ്റാണ്. അവിടെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അത് ഏറ്റവും മാന്യമായ രീതിയിൽ തന്നെ സെറ്റിൽ വെച്ച് തന്നെ എല്ലാ തരത്തിലും വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയ ഒരു സെറ്റാണ്. ഞാൻ സ്പെസിഫിക്കലി അവര് ഏത് ടെക്നീഷ്യൻസിനാണ് ഇത് അറിയാന്നുള്ളത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവര് സഹപ്രവർത്തകരായ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചീഫ് ടെക്നീഷ്യൻസിന് ആർക്കും ഈ വിവരം അറിയണ്ടായിരുന്നില്ല. ഷൂട്ടിനിടയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. വളരെ സ്മൂത്ത് ആയിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ എല്ലാ പ്രിവിലേജോടും കൂടി നമ്മൾ സപ്പോർട്ട് കൊടുക്കും. പക്ഷെ നമ്മുടെ അറിവിൽ അതൊരു ലൗഡ് ആയ ഒരു ഇഷ്യൂ ആയിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. സംസാരിച്ചിരുന്നു. ഞാനാണ് ഈ വിൻസി മൂവിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ ഇതിന്റെ കഥാകൃത്താണ്. അപ്പോൾ വിൻസി വിളിച്ചപ്പോൾ വിൻസി പറഞ്ഞ എൻ്റെ ക്രിയേറ്റീവ് ടീം ഞാൻ ഇതുവരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്, ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഞാൻ ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടതിന് ശേഷമാണ് അവരെ വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, ഈ മൂവി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ മൂവിക്ക് ഒരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. വിൻസി ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ വിൻസിക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ സെറ്റിൽ ഉണ്ടായിരുന്ന ലേഡീസോ ലേഡി ആർട്ടിസ്റ്റോ മറ്റു പലരോടും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം. ചീഫ് ടെക്നീഷ്യൻസിന്റെ അടുത്ത് ആരും ഒരു കംപ്ലൈന്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല.